പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 7-ാം വാർഡ് തച്ചൂന്നിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ചെറിയാൻ എന്ന ആളെ കാണാൻ പോയിട്ട് ഇന്ന് 12 ദിവസം കഴിഞ്ഞ് 13-ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹത്തെ പറ്റി പോലീസും നാട്ടുകാരും ഫയർഫോഴ്സ് അടക്കം എല്ലാവരും അന്വേഷിച്ചിട്ടും യാതൊരു തെളിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ളൊരു ഡോഗിൻ്റെ സ്ക്വാഡ് ഇന്നിവിടെ വരികയാണ് പരിശോധനയ്ക്ക്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. നമസ്കാരം. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇടുക്കിയിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡുമായി ഈസ്റ്റ് പോലീസ് സേനാംഗങ്ങൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് തച്ചകുന്ന് പ്രദേശത്തെത്തിയത്. തച്ചകുന്ന് കടുപ്പിൽ കീഴാറ്റിൽ ചെറിയാൻ എന്നയാളെയാണ് കാണാതായിട്ട് ഇന്ന് 13 ദിവസം തികയാണ്. അദ്ദേഹത്തെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഞാനിതിനു മുമ്പ് 2 പ്രാവശ്യം ചെറിയാനെ പറ്റിയുള്ള വാർത്തകളെല്ലാം കൊടുത്തതാണ്, നിങ്ങൾ കണ്ടു കാണുമെന്നറിയാം. ഇടുക്കിയിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡ് ബെൽജിയം ബെൽനോസ് എന്ന ഇനത്തിൽപ്പെട്ട ഒരു നായുമായിട്ടാണ് പോലീസ് സേനാംഗങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മണ്ണിനടിയിൽ കിടന്ന മൃതദേഹങ്ങളൊക്കെ മണം പിടിച്ച് കണ്ടെത്തിയത് ഈ നായാണ്. അതുപോലെ ഒരുപാട് കേസുകൾക്കെല്ലാം തുമ്പുണ്ടാക്കിയത് ഈ പോലീസ് നായാണ്. 10-20 അടി താഴ്ചയെന്ന് വരെ മനുഷ്യ ശരീരത്തിൻ്റെ ഗന്ധം മനസ്സിലാക്കാൻ സാധിക്കുന്ന നായാണ്. പല പല കേസ് അന്വേഷണത്തിലും കേരള പോലീസിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയാൻ എന്ന ആള് താമസിക്കുന്ന വീടിൻ്റെ പുറകുവശത്തെല്ലാം അതിഭയങ്കരമായ കാടാണ്. അസുഖബാധിതനും അധികം ദൂരം നടക്കാൻ മേലാത്തതുമായതുകൊണ്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലും അദ്ദേഹം വീണ് കിടക്കുകയോ മരണപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം മണം പിടിച്ച് ഇനിയും അങ്ങോട്ട് വരുന്നത് വലിയൊരു കാടാണ്. അപ്പോൾ ആ കാടിനുള്ളിലേക്കാണ് കടന്നു പോകുന്നത്. കാടിനുള്ളിൽ മനുഷ്യ ശരീരം എവിടെ കിടന്നാലും മണം പിടിച്ചറിയാനുള്ള കഴിവ് ഈ നായ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ തിരയാൻ വേണ്ടി ഇന്ന് ഇടുക്കിയിൽ നിന്ന് ഈ നായെ കൊണ്ടുവന്നത്. നമുക്കിനി ഈ പ്രദേശത്ത് നടക്കുന്ന അന്വേഷണ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഡോഗുമായിട്ട് അന്വേഷിക്കാൻ വന്നാണേ. അതെ, ഇവിടെ ഉണ്ടായിരുന്നു.
ആ ആ ആ ഞാൻ ആ ശരി ശരി ചെറിയ വഴിയാണ്. ഇത് ചെറിയാൻ്റെ വീടിൻ്റെ മുൻവശമാണ്. ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. ഇത് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ നിർമ്മിച്ച് ചെറിയാന് നൽകിയ വീടാണ്. 2 മാസമായേ ഉള്ളൂ ഇവരിവിടെ താമസം തുടങ്ങിയിട്ട്. ചെറിയാൻ്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും അടക്കം എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ വീട്ടിൽ നിന്നാണ് ചെറിയാനെ രാവിലെ 11 മണിയോടുകൂടി കാണാതാകുന്നത്. ആ ഭാഗങ്ങൾ മുഴുവൻ തപ്പി, അടങ്ങുമല്ല. Đâu?
നമസ്കാരം. ഈ കേസിൻ്റെ അന്വേഷണ ചുമതല കോട്ടയം DYSP അരുൺ സാറിനാണ്. അദ്ദേഹവും സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്തും ആണ് ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പൂർണ്ണ ചുമതല വഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ കേസ് അന്വേഷണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം. നമ്മുടെ ഇവിടുത്തെ കേസ് അന്വേഷണത്തെ പറ്റി ഒന്ന് ആവുന്ന വിധം എല്ലാം നല്ല രീതിയിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ സെർച്ച് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരൻ പോകാവുന്ന എല്ലാ മേഖലകളിലും പോലീസിൻ്റെ അന്വേഷണം എത്തിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അനാഥ മന്ദിരങ്ങളിൽ അണക്കമുണ്ടായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നുണ്ട്. അതും പത്തനംതിട്ട ജില്ലയിലും കോട്ടയം ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒക്കെ എല്ലാ അനാഥാലയങ്ങളിലും തിരക്കി അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇനി മറ്റ് ജില്ലകളിലേക്ക് കൂടുതൽ ഈ അന്വേഷണം ഉടൻ തന്നെ വ്യാപിപ്പിക്കുന്നതാണ്. ഇയാളെ ഉടനെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനനുസരിച്ചുള്ള ശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ജോബി നമസ്കാരം. നമ്മുടെ ഈ കേസന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അന്ന് കാണാൻ പോയ അന്ന് തൊട്ട് ജോബി ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പം ഇനിയിപ്പം മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ, പിന്നെ അതുപോലെ നമ്മളെ MLA ഭാഗത്തു നിന്ന് എന്തോ ആൾക്കാരൊക്കെ ഒരു പറയുന്നുണ്ട് MLA ഇതിൻ്റെ കേസിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ട് ഇടപെട്ടില്ലെന്നൊക്കെയുള്ള. പക്ഷേ എനിക്കറിയാം നിങ്ങൾ അവിടെ MLA പോയതും വീട്ടുകാരടക്കം പോയി പരാതി കൊടുത്തതും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഒത്തിരി സംസാരങ്ങളൊക്കെ വെളിയിൽ വരുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താ ജോബി? MLA ആണല്ലോ, MLAക്ക് നിവേദനം കൊടുത്തു. ഞങ്ങൾ ആദ്യമേ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ആക്ഷൻ കൗൺസിൽ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പോയി MLAക്ക് നിവേദനം കൊടുത്തു. MLA അപ്പം തന്നെ CA വിളിക്കുകയും CAയോട് അതുവരെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളി പിന്നെ വിദേശത്ത് പോയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ ആദ്യം അതിൻ്റെ വിദേശത്ത് പോയിട്ട് വന്നു കഴിഞ്ഞ് എന്നെ വിളിച്ച് ജോബിയെ എന്നായി ആളെ കണ്ടുകിട്ടിയോ എന്നോട് അന്വേഷിക്കുകയും ഇന്നലെയും സന്ധ്യയ്ക്ക് എന്നെ MLA വിളിച്ചിരുന്നു. എന്നോട് ചോദിച്ചു ജോബി എന്നായി അന്വേഷിച്ചോ? ഇല്ല, ആളെ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൽ പ്രകാരം ഇന്ന് രാവിലെ ഇവിടെ വരികയും ഇവിടെ അവരുടെ കുടുംബാംഗങ്ങളെ കാണുകയും അവർക്കുള്ള എല്ലാവിധ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. അന്നേരമാണ് എനിക്ക് CA ഫോൺ വരുന്നത്. ഇങ്ങനെ ഇടുക്കിയിൽ നിന്ന് ഒരു ഡോഗ് സ്ക്വാഡിനെ കൊണ്ടിരുന്നു, അതുകൊണ്ട് മെമ്പർ അവിടെ കാണണം. അന്നേരം ആ ഫോൺ തന്നെ അങ്ങോട്ട് കൊടുത്ത ഉടനെ ഇതുവരെയുള്ള MLA അന്നേരവും ചോദിച്ചു, CA ചോദിച്ചു, ഇതുവരെയുള്ള ഇതിൻ്റെ കേസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ചോദിച്ചു. അത് ചോദിച്ച് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് CAയോട് പറഞ്ഞു ഞാൻ വൈകിട്ട് വിളിച്ചോളാം, അതിനെപ്പറ്റി ഞാൻ അന്നേരം എനിക്ക് പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇനി രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകം മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ ഒരു അന്വേഷണം ഊർജിതമാക്കി തരണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ആയിട്ട് കോട്ടയം SP ഇതുപോലെ തന്നെ അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം 12 ദിവസം കഴിഞ്ഞ് 13 ദിവസങ്ങളിലേക്ക് 13 ദിവസമായി. അപ്പം നാട്ടുകാരെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കയുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തെ പറ്റി എന്താ പറയുക? നല്ല രീതിയിലാണോ? നല്ല രീതിയിലാന്ന് പറയാണ്ട് CA ആണെങ്കിലും SA ആണെങ്കിലും അവർ നിരന്തരം ഞങ്ങളെ ആക്ഷൻ കൗൺസിൽ മെമ്പർമാരെ വിളിച്ചു ചോദിക്കുകയും എന്തെങ്കിലും നിങ്ങൾ വല്ല അറിഞ്ഞോ, അതുപോലെ തന്നെ ഇവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള ഫോൺ കോളുകൾ ഇവരുടെ കുടുംബാംഗങ്ങളുടെയും അവരുമായി ബന്ധപ്പെട്ടുള്ള ഈ പറയുന്ന അവരെല്ലാവരുടെയും ഫോൺ നമ്പറുകളും അന്വേഷിക്കുന്നുണ്ട്. ശരിയാണ്. നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും നമുക്ക് തൃപ്തിക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു തൃപ്തിക്കുറവ് കാരണം നല്ല രീതിയിൽ തന്നെയാണ് അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും വന്നു, ഇന്നലെയും വന്നു, ഒരാഴ്ച പോയ അന്ന് തൊട്ട് ഇന്ന് വരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ബന്ധുക്കളുടെ വീടുകളിലെല്ലാം മൊത്തം ഇനിയിപ്പോൾ അന്വേഷിക്കാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വളരെ ചേട്ടനെയും അതെല്ലാം കൂട്ടിയൊന്ന് പറഞ്ഞു വിടാമെന്ന് വെച്ചാണ് വീടുന്നത്. ശരിയാണ്. ഒന്നുകൂടെ 3 ദിവസം കൂടെ ആയി. അതെ. അപ്പം അമ്മയൊക്കെ എന്നാ പറയുന്നത്? അമ്മയും അനിയും ചേട്ടാ
ഇതുവഴിയായിരുന്നു പുള്ളി കൊണ്ടിരുന്നത്. അവിടെ വണ്ടി 90% അത് ആ ക്യാമറയിലുള്ളത്. ഇനിയും തപ്പാൻ പോകുന്നത് ഇവിടെ ഒരു ഉപയോഗശൂന്യമായ പാറമട ഉണ്ടായിരുന്നു, അങ്ങോട്ടാണ് പോകുന്നത്. പാറമടയുടെ ഇവിടെ ഒരു CCTV ക്യാമറ ഉണ്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വെച്ചിരിക്കുന്നത്. അത് മുഴുവൻ നോക്കിയതാണ്. അപ്പം അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ തിരയാവുന്നുള്ള സ്ഥലങ്ങൾ മുഴുവൻ പുതുപ്പള്ളിയിൽ ഇന്ന് ഈ പ്രദേശം മുഴുവൻ അവർ തിരയുകയാണ്. ഈ കേണൈൻ സ്ക്വാഡിലെ കടാവർ ഡോഗാണിത്. നിലവിൽ കേരളത്തിൽ 3 ഡോഗാണുള്ളത്. കടാവർ ഡോഗ് 2 എറണാകുളത്ത്, 1 ഇടുക്കിയിൽ. നിലവിൽ നമുക്ക് ഡിറ്റക്ഷൻസ് വയനാട് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തൊടുപുഴ ഒരു ഉരുൾപൊട്ടൽ വയനാട് മറ്റേ മുണ്ടക്കയിൽ ശരിക്കും ബെൽജിയം മലനോയ്സ് ബ്രീഡിലുള്ള ഡോഗ് ഡെഡ് ബോഡി കണ്ടുപിടിക്കാൻ ട്രെയിൻ ചെയ്തു. ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു പരിശോധന എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്തത്? ഇന്നത്തെ പരിശോധനയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ സാറുമാർ പറയും. ഇത് കൂടുതൽ മണം പിടിക്കാനാണ് ഇതിന്? അതെ, ഡെഡ് ബോഡിയുടെ മണം പിടിക്കാനാണ് ഈ ഡോഗിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കി കേസിന്റെ കാര്യങ്ങൾ സാറിനോട് ഞാൻ ചോദിച്ചോളാം. പേരെന്നായിരുന്നു? പേരാക്കി. നിങ്ങൾ ഇടുക്കി കാനൈൻ സ്ക്വാഡ്. അതെ. മറ്റേ ആടെ പേരെന്നാ? അജേഷ്. രണ്ടുപേരും ഇടുക്കി തന്നെയാണ്.